ഓടി നടന്നിട്ടും ജനങ്ങളോട് നന്നായി പെരുമാറിയിട്ടും അവരെ സഹായിച്ചിട്ടും ഒരു കാര്യം എനിക്ക് ഇന്ന് വരെ അതിന്റെ ഗതി പിടിക്കില്ല അവര്. കാരണം അവരെ ഞാൻ വേറെ എൻ്റെ കൊണ്ട് പറയണല്ല, അവരുടെ ആ സ്വഭാവം നിർത്തിയില്ലെങ്കിൽ. സുബ്രന് സുഖമാണല്ലോ. ഈ സിനിമാ രംഗത്ത് ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഒരു പൊതു ആവശ്യം ഉണ്ടായിരുന്നു, ഇതെല്ലാ മണ്ഡലത്തിലും വരണം, അതായത് രാഷ്ട്രീയത്തിൽ വരണം, മാധ്യമത്തിൽ വരണം, എല്ലാവരുടെയും ഒരു ഓരോരോ കമ്മിറ്റി വീതം വയ്ക്കും. അങ്ങനെ വന്നാൽ പിന്നെ രാഷ്ട്രീയ രംഗം എല്ലാവരും വിട്ടു പോവുകയല്ലേ. കാരണം എന്താ അറിയാം, ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ എന്ത് ഇവിടത്തെ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലെ പലതും മനസ്സിലാക്കാൻ ക്ലാസും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. എല്ലാ വിധത്തിലുള്ള ചൂഷണം എല്ലാവരും ആരും വളരെ വിരലുണ്ടാവുന്ന നേതാക്കള് ഉണ്ട് അതില്. നല്ല അല്ലാത്തവരൊക്കെ ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നതും. നീ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു, ശ്രദ്ധിച്ചിരുന്ന നിന്നെ ഞാൻ വേറൊരു ഷമീറാക്കും. ഈ ഹേമ കമ്മീഷൻ വന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നെ. എനിക്കറിയാം ഇതൊന്നും ആവില്ല, ഒന്നും പറയണ്ട. പിന്നെ ആ കംപ്ലൈന്റ് കൊടുത്ത പെണ്ണിന് ഒരു ഇതുപോലും കിട്ടില്ല, സിനിമ ലഭിക്കില്ല. അത് മേടിച്ചിട്ട് ആരും കൊടുക്കില്ല. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും സത്യാരും പറയില്ല. പറഞ്ഞ സ്ത്രീകളുടെ സ്ഥിതി എന്താ ഇപ്പൊ? ഈ മൂന്നാം ഘട്ടം ആയിട്ട് കൂടി ഇപ്പത്തെ LDF സർക്കാർ തുടരും എന്ന് പരിശോധിക്കട്ടെ.